ഇവിടെ ഒരു പെണ്ണ് മരുഭൂമിയിൽ വെള്ളം പോലും കിട്ടാതെ ട്രാപ്പായി കിടക്കുകയാണ്. അങ്ങനെ വെള്ളം അന്വേഷിച്ച് നടക്കും വഴിയിലൊരിടത്ത് വെള്ളമുള്ളതായിട്ട് അവള് കാണുന്നു. ഉടനെ അവൾ ഓടിച്ചെന്ന് അതെടുത്ത് കുടിക്കാൻ നോക്കുന്നു. പക്ഷെ അത് വെള്ളമേ അല്ലായിരുന്നു, എന്തോ ജെല്ല് പോലെ വഴുവഴാന്നിരിക്കുകയായിരുന്നു. അപ്പൊ അവള് വിചാരിച്ചു ഇതെന്നാത്ത സാധനോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് അവളുടെ പുറകിൽ ഒരു കുതിരയുടെ ശബ്ദം കേൾക്കുന്നു. ഉടനെ അവള് തിരിഞ്ഞു നോക്കിയതും പുറകിൽ ഒരു വൈറ്റ് യൂണിക്കോണിനെ കാണുന്നു. അതാണെങ്കിൽ അവൾ ആപത്തിലാണെന്നുള്ള ജസ്റ്റർ കാണിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അവള് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് വായ തുറന്ന് ഇരപിടിക്കാൻ കിടക്കുന്ന ഒരു ക്രീച്ചറിന്റെ വായിലാണ് അവള് നിന്നതെന്ന്. എന്നാൽ ക്രീച്ചർ അവളെ വിഴുങ്ങുമായിരുന്നു. പക്ഷെ എങ്ങനെയോ അവള് രക്ഷപ്പെട്ടു. അപ്പൊ യൂണിക്കോൺ അവളുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് അതിനോട് പോയി അവള് നന്ദി പറയാണ്. അതും അവളെ നോക്കി തലയാട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഉടനെ അവൾ അതിനെ ഫോളോ ചെയ്ത് ചെല്ലാൻ തുടങ്ങി. അപ്പൊ കുറച്ചു ദൂരം കഴിഞ്ഞ് നോക്കിയാല് യൂണിക്കോണിനെ കാണാനില്ല. നോക്കുമ്പോ അവളുടെ മുമ്പിൽ ഒരു വലിയ മണൽക്കാറ്റ് വരികയാണ്. അപ്പൊ അതിനുള്ളിലെ യൂണിക്കോൺ ട്രാപ്പായി കാണുമെന്ന് വെച്ച് അവള് ഉള്ളിൽ കയറി ചെക്ക് ചെയ്യുന്നു. പക്ഷെ യൂണിക്കോണിനെ അവൾക്ക് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. ശേഷം കാറ്റടങ്ങിയതും അവൾ ഒരു സ്ഥലത്ത് നിറയെ മുട്ടകൾ ഇരിക്കുന്നത് കാണുന്നു. ഉടനെ അവൾ അതെടുത്ത് പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ മുട്ടയിട്ട ലിസാർഡും അവിടേക്ക് വരികയാണ്. അതിനും അവളെ അടിച്ചു കൊന്ന് പച്ചക്ക് തിന്നു. അങ്ങനെ കിട്ടിയ സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് കുറച്ച് എനർജി വന്നതും വീണ്ടും അവള് മരുഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞതും ഓന്ത വയറ്റിൽ പിടിക്കാതെ അവൾ ഒമിറ്റ് ചെയ്യാണ്. അതുകൂടാതെ അവള് മയങ്ങി വീഴുന്നു. പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് അവൾ എണീറ്റ് നോക്കിയതും നേരത്തെ വന്ന യൂണിക്കോൺ അവളുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് വീണ്ടും അവൾ എണീറ്റ് യൂണിക്കോണിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതൊരു സ്ഥലത്ത് ചെന്ന് ഒരു ഭാഗത്ത് തോണ്ടാനായിട്ട് ജസ്റ്റർ കാണിക്കുകയാണ്. ഉടനെ അവള് തോണ്ടി നോക്കിയത് മണ്ണിൽ നിന്ന് നിറയെ വെള്ളം വരാൻ തുടങ്ങി. ആ വെള്ളം അവള് ദാഹം തീരും വരെ കുടിക്കുകയാണ്. എന്നിട്ട് കുറച്ച് യൂണിക്കോണിനും കൊടുക്കുന്നു. ശേഷം രണ്ടുപേരും വീണ്ടും അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്നപ്പോ മണ്ണിന്റെ അടിയിൽ നിന്ന് ഞണ്ട് പോലത്തെ ഒരു ക്രീച്ചർ പുറത്ത് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ യൂണിക്കോൺ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ക്രീച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇന്ന് ആ ക്രീച്ചർ അതിന്റെ ഷാർപ്പ് കൊമ്പ് വെച്ച് യൂണിക്കോണിനെ കുത്തുകയാണ്. ഇത് കണ്ട് ദേഷ്യം കയറി പെൺകുട്ടി അവളുടെ മുഴുവൻ ബലവും യൂസ് ചെയ്ത് ആ ക്രീച്ചറിന്റെ മുകളിലിരുന്ന പാറ എടുത്ത് ആ പാറ വെച്ച് തന്നെ അതിന്റെ തലക്കടിച്ചു കൊല്ലുന്നു. എന്നാ സങ്കടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ യൂണിക്കോണിന് കുത്തു കിട്ടിയത് കൊണ്ട് അതിനിപ്പോ എണീക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പൊ ഉടനെ അവള് അവളുടെ ശക്തി യൂസ് ചെയ്ത് തീയിൽ കൈവച്ച് അതെടുത്ത് യൂണിക്കോണിന്റെ പരിക്ക് പറ്റിയ സ്ഥലത്ത് വെച്ച് മുഴുവനായിട്ട് അതിനെ ഗുണപ്പെടുത്തുന്നു.